പശ്ചിമേഷ്യൻ സംഘർഷം നിലനിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് കടന്നുപോകുന്നത്. 2 ഇറാനിയൻ എണ്ണക്കപ്പലുകൾക്ക് നേരെ അമേരിക്കൻ സൈന്യം ശക്തമായ ആക്രമണമാണ് നടത്തിയത്. പൂർണ്ണമായും വെടിവെച്ച് തകർത്തതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ US സൈന്യം പുറത്തുവിട്ടതായി തന്നെ സൂചനകൾ പുറത്തുവരികയാണ്. മാത്രമല്ല ഇറാനിയൻ സേനയിൽ അതായത് ആ ഒരു സേനയുമായി ഉണ്ടായ ശക്തമായ വെടിവെപ്പിനെ തുടർന്നാണ് ഇവിടെ അമേരിക്കയുടെ നാടകീയ സൈനിക നടപടി ഉണ്ടായിരിക്കുന്നത്. അമേരിക്കൻ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച കപ്പലുകളെയാണ് യുദ്ധവിമാനങ്ങൾ ലക്ഷ്യമിട്ടതെന്നാണ് US വിശദീകരണം. തങ്ങളുടെ നാവിക കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ആക്രമണ ശ്രമം പ്രതിരോധിക്കാനായിരുന്നു നടപടിയെന്നും അമേരിക്ക അവകാശപ്പെടുന്നു. അതേസമയം സംഭവത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിൽ അതീവ രീതിയിലുള്ള സുരക്ഷ ഘടിപ്പിച്ചിരിക്കുകയാണ്. നിലവിലുള്ള ദുർബലമായ വെടിനിർത്തൽ കരാറിനും ആഗോള എണ്ണ വിപണിക്കും സംഭവം വലിയ തിരിച്ചടിയാകുമെന്ന ആശങ്കയും ഇവിടെ ശക്തമാവുകയാണ്. ഇതോടുകൂടി തന്നെ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധഭീതിയാണോ എന്ന ഒരു ചോദ്യമടക്കം ഇവിടെ ഉയരുകയാണ്. ലോകരാഷ്ട്രങ്ങളടക്കം അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. നിലവിലുള്ള ദുർബലമായ വെടിനിർത്തൽ കരാറിനെയും ആഗോള ഊർജ്ജ സുരക്ഷയും ഈ സംഭവം വലിയ തോതിൽ ബാധിക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 2 കപ്പലുകളെയാണ് US യുദ്ധവിമാനങ്ങൾ ആക്രമിച്ച് വലിയ രീതിയിൽ പ്രവർത്തനരഹിതമാക്കിയതെന്നും തങ്ങളുടെ നാവിക കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണ ശ്രമങ്ങളെ പ്രതിരോധിച്ചതായും US സൈന്യം ഇവിടെ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ തന്നെ UAEയിൽ ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ 3 പേർക്ക് പരിക്കേറ്റു. അമേരിക്കൻ സൈന്യത്തിന് നേരെ ഭീഷണി ഉയർത്തുന്നവരെ വെറുതെ വിടില്ല എന്നും അവരെ തകർക്കുമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതേസമയം സൈനികമായ തിരിച്ചടികൾക്കിടയിൽ പോലും ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു നയതന്ത്ര പരിഹാരം തങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സാഹചര്യം വഷളാകുന്നുണ്ടെങ്കിൽ പോലും വെടിനിർത്തൽ കരാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ നിയന്ത്രിക്കുവാനും കപ്പൽ പാത തുറക്കുവാനും തയ്യാറായില്ല എങ്കിൽ ഇവിടെ പൂർണ്ണ തോതിലുള്ള ബോംബ് ആക്രമണം പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അതേസമയം നയതന്ത്ര ചർച്ചകൾ അവിടെ മേശപ്പുറത്ത് ഉള്ളപ്പോൾ തന്നെ അമേരിക്കൻ സൈനിക സന്നാഹത്തിനാണ് വലിയ രീതിയിലുള്ള ഒരു ആക്രമണ സന്നാഹത്തിനാണ് ഇവിടെ മുതിർന്നതെന്നും വെടിനിർത്തൽ കരാർ ലംഘിച്ചത് അമേരിക്ക ആണ് എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.